ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NCERT മലയാളം. നമ്മളിന്ന് പഠിക്കുന്നത് NCERT ക്ലാസ് 10ലെ ജോഗ്രഫി ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കണോമി ലാസ്റ്റ് ചാപ്റ്ററാണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ എക്കണോമിയുടെ ലൈഫ് ലൈൻസ്, അതായത് നമ്മൾ ദേശത്തിൻ്റെ എക്കണോമിയുടെ ലൈഫ് ലൈൻസ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് ഓരോ ട്രാൻസ്പോർട്ടിനെ പറ്റിയാണ്. ട്രാൻസ്പോർട്ടുകൾ അല്ലെങ്കിൽ ഈ മാധ്യമം എന്ന് പറയുന്നത് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലാൻഡ്, ഒന്ന് വാട്ടർ ആൻഡ് എയർ എന്നാണ്. സോ വി യൂസ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആൻഡ് സർവീസസ് ഇൻ അവർ ഡെയിലി ലൈഫ്. അല്ലേ, നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സർവീസസ് യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചിലതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് അവൈലബിൾ, അതായത് ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിൽ അവൈലബിൾ ആയിട്ടില്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേറെ സ്ഥലങ്ങളിൽ നമ്മളത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ബ്രിങ് ചെയ്യാനോ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വരും അല്ലേ. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഡു നോട്ട് മൂവ് ഫ്രം സപ്ലൈ ലൊക്കേൽസ് ടു ഡിമാൻഡ് ലൊക്കേൽസ് ഓൺ ദെയർ ഓൺ അല്ലേ. അതായത് ഗുഡ്സും അതുപോലെ തന്നെ അതിൻ്റെ സർവീസസും എന്നൊക്കെ പറയുന്നത് എവിടെയാണോ അത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് എവിടേക്കാണോ ആവശ്യമുള്ള സ്ഥലത്തേക്ക് പോണത് വെറുതെ ഒറ്റയ്ക്ക് പോകുന്നുണ്ടല്ലോ, അതിന് വേണം എന്താണ്, ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഒരു പോകാനൊരു മാധ്യമം വേണം അല്ലേ. അപ്പോൾ സം പീപ്പിൾ ആർ എൻഗേജ് ഇൻ ഫെസിലിറ്റേറ്റിംഗ് ദീസ് മൂവ്മെൻറ്റ്സ്. These are known to be traders who make the products come to the consumers by transportation. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് വിളിച്ചത്, ട്രേഡേഴ്സ് എന്ന് വിളിച്ചത്. ഈ ആൾക്കാരാണ് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് പ്രൊഡക്ട്സൊക്കെ അവൈലബിലിറ്റി ആക്കിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ വഴി എത്തിച്ചു കൊടുക്കുന്നത്. Thus, the pace of development of a country depends upon the production of goods and services as well as their movement over space. അപ്പോൾ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു നാട്ടിലുള്ള പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സിനും സർവീസസിനും അതുപോലെ അത് എത്തിച്ചു കൊടുക്കുന്നതിലുമാണ് മെയിനായിട്ടുള്ളത്. Therefore, the efficient means of transport are prerequisites for fast development. അപ്പോൾ പെട്ടെന്നുള്ളൊരു വളർച്ച ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ മൂവ്മെൻറ്റ് ഓഫ് ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി ഓവർ 3 ഇമ്പോർട്ടൻറ്റ് ഡൊമൈൻസ് ഓഫ് ദ എർത്ത്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡൊമൈൻസിലൂടെയാണ് ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടക്കുന്നത്. ഒന്ന് ലാൻഡാണ്, പിന്നെ വാട്ടറും പിന്നെ എയറും. അപ്പോൾ ബേസ്ഡ് ഓൺ ദീസ് ട്രാൻസ്പോർട്ട് ദ ട്രാൻസ്പോർട്ട് ക്യാൻ ബി ഓൾസോ ക്ലാസിഫൈഡ് ഇൻ ടു ലാൻഡ്, വാട്ടർ ആൻഡ് എയർ ട്രാൻസ്പോർട്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് നമ്മൾ എന്താക്കി ഡിവൈഡ് ചെയ്യാം, ലാൻഡ്, വാട്ടർ ആൻഡ് എയർ ആക്കി ഡിവൈഡ് ചെയ്യാം. ആൻഡ് today the world has been converted into large village with the help of efficient and fast moving transport. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ലോകം തന്നെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന ട്രാൻസ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ദ ട്രാൻസ്പോർട്ട് ഹാസ് ബീൻ able to achieve this with the help of equality developed communication system. സോ അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ട് അച്ചീവ് ചെയ്യാൻ തന്നെ കാരണം എന്ന് പറയുമ്പോൾ ഈക്വലി ഡെവലപ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വഴിയാണ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടല്ലേ ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്നായി പോയത്. Therefore, the transport, communication and trade are complementary to each other. അതായത് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ട്രേഡിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ they are depends upon the each other, അല്ലെങ്കിൽ ഒന്നുണ്ടെങ്കിലേ മറ്റേത് ഉണ്ടാവുള്ളൂ. they are complementary to each other എന്ന് പറയും. Today India is well linked with the rest of the world despite its vast size, diversity and linguistic and socio-cultural plurality. അപ്പോൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ വേറെയുള്ള രാജ്യങ്ങളുമായിട്ട് അതിൻ്റെ സൈസിലോ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ കൾച്ചറും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ലിങ്ക് ആയിട്ടുണ്ട് വേറെ ഒരു രാജ്യവുമായിട്ട്. അപ്പോൾ റെയിൽവേസും എയർവേസും വാട്ടർവേസും ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോസ്, ടെലിവിഷൻ, സിനിമ ആൻഡ് ഇൻ്റർനെറ്റ് ഒക്കെ കാരണമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നത്. The trades from local to international levels have added to the vitality of its economy. അപ്പോൾ അതിൻ്റെ ഇക്കണോമിക്ക് ട്രേഡും കാര്യങ്ങളൊക്കെ ലോക്കലാണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിലും അതിൻ്റെ ഇക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. And it has enriched our life and added substantially to grow amenities and facilities for the comforts of life. അപ്പോൾ അത് കാരണം നമ്മുടെ ജീവിതത്തിലും നമ്മുടേതായിട്ടുള്ള ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും കംഫേർട്സും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ ദിസ് ചാപ്റ്റർ നമ്മളെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ഹൗ മോഡേൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെർവേഴ്സ് ലൈഫ് ലൈൻസ് ഓഫ് അവർ നാഷൻ ആൻഡ് ഇറ്റ്സ് മോഡേൺ എക്കണോമി അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് നമ്മുടെ ഈ മോഡേൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമൊക്കെ കൊണ്ടുവന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടായത്. ഇറ്റ് ഈസ് ദസ് എവിഡൻറ്റ് ദാറ്റ് എ ഡെൻസ് ആൻഡ് എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് എ പ്രീ റിക്വസ്റ്റിക് ഫോർ ലോക്കൽ, നാഷണൽ ആൻഡ് ഗ്ലോബൽ ട്രേഡ് ഓഫ് ടുഡേ.
അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ എന്തായാലും വേണം. നമ്മുടെ നാട്ടിലിപ്പോൾ ലോക്കൽ ട്രേഡ് ആണെങ്കിലോ നാഷണൽ ട്രേഡ് ആണെങ്കിലോ ഇനി ഗ്ലോബൽ ട്രേഡ് ആണെങ്കിൽ പോലും എന്ത് വേണം, ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ 7.1 മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ പറഞ്ഞു 3 ഡൊമൈൻസ് ഓഫ് എർത്ത് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ ഇസ് ലാൻഡ്, വാട്ടർ ആൻഡ് എയർ റെസ്പെക്റ്റീവ്ലി. സോ ലാൻഡിൽ പറയുമ്പോൾ 3 ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഒന്ന് റോഡ് വേസ് ആണ്, പിന്നെ റെയിൽവേസ് ആണ്, പിന്നെ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ പൈപ്പ് ലൈൻസ് ആണ്. അപ്പോൾ ദീസ് ടേംസ് ആർ വെരി മച്ച് ഫെമിലിയർ ടു യു, റൈറ്റ്? യാ. സോ നെക്സ്റ്റ് ഇസ് ദ വാട്ടർ. വാട്ടറിൽ ഇൻലാൻഡും ഉണ്ട് ഓവർസീസും ഉണ്ട്. അപ്പോൾ ഇൻലാൻഡ് എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ മാസ് ഓഫ് ലാൻഡിൽ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഗുഡ്സിൻ്റെയൊക്കെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഇൻലാൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഓവർസീസ് ആണെങ്കിൽ ഒരു ഡൊമൈൻ ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ഒരു മാസ് ഓഫ് ലാൻഡിൽ നിന്ന് വേറൊരു മാസ് ഓഫ് ലാൻഡിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് എത്തിച്ചു കൊടുക്കുന്നതിനാണ് നമ്മൾ ഓവർസീസ് അല്ലെങ്കിൽ ഓവർസീ റൂട്ട്സ് എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇനി എയർ ആണെങ്കിലും ഡൊമസ്റ്റിക് എയർവേസ് ഉണ്ട്, ഇൻ്റർനാഷണൽ എയർവേസ് ഉണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് എയർവേസ് എന്നൊക്കെ പറയുമ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പർപ്പസിനുള്ള എയർവേസ്, പിന്നെ ഇൻ്റർനാഷണൽ എയർവേസ് നമുക്കറിയാം. അത്യാവശ്യം നല്ല എയർവേസിനെ കുറിച്ച് പരിചയമുള്ള ആൾക്കാർക്ക് ഡൊമസ്റ്റിക് എയർവേസും ഇൻ്റർനാഷണൽ എയർവേസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി പബ്ലിക് അണ്ടർടേക്കിംഗും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് എയർലൈൻസും ഉണ്ട്. അപ്പോൾ പബ്ലിക് ആയിട്ടുള്ള അണ്ടർടേക്കിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള എയർലൈൻസ് ഉണ്ട്. ഇതാണ് എയറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ദീസ് ആർ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ, ലൈഫ് ലൈൻസ് of Indian national economy. So we will be discussing about the roadways, railways, pipelines, inlands, overseas in the coming sessions. So students, stay tuned, stay home and stay safe. We will be discussing our next session, roadways, in the next chapter. So